ഉണ്ടെങ്കിൽ അതിലൊരൽപ്പം കൊടുത്ത് നിങ്ങൾ വയറു നിറക്കാതെ അയൽവാസിയായ മനുഷ്യനെ നോക്കണേ എന്ന് പറഞ്ഞ ഹബീബാണ് നമ്മുടെ റസൂൽ. ഈ റബീഉൽ അവ്വലിൽ ലോകത്തേക്ക് കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്കീന് ഭക്ഷണം കൊടുക്കണേ എന്ന് പറഞ്ഞു. ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഫഖീറും മിസ്കീനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫഖീർ എന്ന് പറഞ്ഞാൽ പച്ചപ്പാവം, മിസ്കീൻ എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ പാവമല്ല, പക്ഷേ ആള് കൊടിയ ദാരിദ്ര്യത്തിലാണ്, പ്രയാസത്തിലാണ്. ഖുർആൻ പറഞ്ഞിടത്തൊക്കെ ഉപയോഗിച്ച വാക്ക് മിസ്കീൻ എന്നാണ്. മിസ്കീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون ولا يحض على طعام المسكين മിസ്കീനിന് ഭക്ഷണം കൊടുക്കാൻ അവർ പ്രേരിപ്പിക്കുകയില്ല. മിസ്കീനും ഫഖീറും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിച്ചെടുത്തത് സൂറത്തുൽ കഹ്ഫിൽ നിന്നാണ്. ഫഖീറും മിസ്കീനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫഖീറിന് എല്ലാവരും കൊടുക്കും, മിസ്കീനിന് കൊടുക്കാൻ ആരുണ്ടാവില്ല. പാവപ്പെട്ടൊരു കുട്ടിയെന്ന് വിചാരിക്കുക, കെട്ടിക്കാൻ പ്രായമായ കുട്ടിയെ, വാപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മ രോഗിയാണ്, എല്ലാവരും കൊടുത്ത് കൊടുത്ത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ 2 കുട്ടികളെ കെട്ടിക്കാനുള്ളത് ആ വീട്ടിൽ ബാക്കിയുണ്ടാവും. നേരെ മറിച്ച് മിസ്കീൻ അപ്പുറത്തൊരു ഒരു കുട്ടിയെ കെട്ടിച്ചു വിട്ട് വീട് പണയത്തിലോ കച്ചവടം ചെയ്തിട്ടോ വാടക പുരക്ക് കഴിയുന്നുണ്ടാവും. അഭിമാനം കൊണ്ട് ആരോടും പറയൂല തന്റെ അവസ്ഥ. നാട്ടുകാർക്കും ഒരു റിലീഫ് കമ്മിറ്റിക്കും അറിയൂല ഇവർ ഇത്ര കഷ്ടപ്പാടിലാണെന്ന്. അവരെ നിങ്ങൾ നോക്കണേ, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. ഇവരെ നോക്കാൻ ആളുണ്ടാവില്ല. ഗൾഫുകാരായ എത്രയോ ആളുകളുടെ കുടുംബം മിസ്കീന്മാരുടെ കുടുംബമായിരിക്കും. ആയത്ത് നോക്കി, എന്താണ് മിസ്കീൻ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മസ്സഫീനതു ഫകാനത് ലിമസാകീൻ അമ്മസ്സഫീനതു ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹർ فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. സൂറത്തുൽ കഹഫ് അല്ലേ? അമ്മസ്സഫീന. മൂസ നബി അലൈഹിസ്സലാം ഖിദ്ർ നബിയുടെ കൂടെ യാത്ര പോകുമ്പോൾ മൂസ നബി ആ കപ്പലിന്റെ പലക അടർത്തിയെടുത്തു. ഖിദ്ർ നബി ആദ്യമേ ഡിമാൻഡ് ഉണ്ട് മൂസ നബിയെ, ഞാൻ ചെയ്യുന്നത് ചോദിക്കരുത് കേട്ടോ. സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ വലാ അഅസീ ലക അംറാ. ഞാൻ ഒന്നുമേ നിങ്ങൾക്കെതിരെ ചെയ്യൂല, ഞാൻ ക്ഷമിച്ചു കൂടിക്കൊള്ളാം എന്ന് പറഞ്ഞു മൂസ നബി അലൈഹിസ്സലാം. ക്ഷമിക്കാൻ പറ്റിയില്ല. കപ്പലിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ നമ്മ അനുവദിച്ചിട്ട് കപ്പൽ പൊളിക്കുകയാണോ ഖിദ്ർ നബിയെ? 1, 2, 3 സംഭവം കഴിഞ്ഞു. ചരിത്രം ഞാൻ പറയല്ല. അമ്മസ്സഫീന, പിന്നെ കഥ പറഞ്ഞു കൊടുത്തു എന്തിനാ ഞാൻ ആ പൊളിച്ചത്. അമ്മസ്സഫീനതു, ആ കപ്പൽ, ഫകാനത് ലിമസാകീൻ, മിസ്കീന്മാരുടെ കപ്പലായിരുന്നു. യഅമലൂന ഫിൽ ബഹ്രി, കപ്പൽ കടലിൽ ജോലി ചെയ്യുന്ന മിസ്കീന്മാർ. ഫഅറദ്തു അൻ നഈബഹാ, അത് കേടുവരുത്താൻ ഞാൻ ഉദ്ദേശിച്ചത് എന്തേന്നറിയോ? വകാന വറാഅഹും മലിക്, ഒരു രാജാവ് അവരെത്തിച്ചേരുന്ന തുറമുഖത്തെ കാത്തിരിപ്പുണ്ട്. യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബാ, എല്ലാ നല്ല കപ്പലും പിടിച്ചെടുക്കും അയാൾ. അതുകൊണ്ട് ഈ പാവപ്പെട്ടവരുടെ കപ്പൽ നഷ്ടപ്പെടാതിരിക്കാൻ ഞാനൊന്ന് കേടുവരുത്തിയതാണ്. കപ്പൽ കാണുമ്പോ രാജാവ് ഇത് വേണ്ട പൊയ്ക്കോട്ടെ എന്ന് പറയാൻ, അത് ഈ പാവപ്പെട്ട മിസ്കീന്മാർക്ക് തിരിച്ചു കിട്ടാൻ. കപ്പലിന്റെ മുതലാളി മിസ്കീനായിരിക്കുന്നു. മിസ്കീനല്ലാത്ത മുതലാളി ഉണ്ടാവും. ആൾക്ക് 4 ബസ് ഉണ്ടല്ലോ എന്ന് കണ്ടു കാര്യമില്ല, ബസ് മുഴുവൻ ഓതുന്ന കടത്തിലായിരിക്കും. കടത്തിൽ മുങ്ങി നടക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ ഗൾഫുകാരായിരിക്കും ചിലപ്പോ. ചിലർ പറയും എന്താ പോൽക്ക് എന്താ കുഴപ്പം,
മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം എന്നാ ഖുർആൻ പറഞ്ഞു. വാക്കൊക്കെ മിസ്കീൻ. ഫക്കീർ എന്ന് പറയാൻ പറ്റും. ഫക്കീറിന് എല്ലാവരും കൊടുക്കും, ഫക്കീറിന് എല്ലാവർക്കും അറിയും ചെയ്യും. മിസ്കീൻ ആരോടും പറയൂല. ഒരുപാട് കടണ്ട്, എങ്ങനെയാ ഞാൻ യാചിക്കുക? പെണ്ണുങ്ങളോടും കുട്ടിയോടും പറയും, പിന്നെ ഈ പെരുന്നാക്ക് വസ്ത്രമൊന്നും ഇല്ലട്ടോ, നിങ്ങൾ പഴയത് കിട്ടി നടന്നോളേ, പൈസ ഇല്ല. കടം വാങ്ങി നടക്കുന്ന ആളുകളുണ്ടാവും, ജോലി നഷ്ടപ്പെട്ടിട്ട് മക്കളെ കെട്ടിച്ചയച്ചിട്ട്. എത്രയോ ആളുകൾ മക്കൾ ഗൾഫിലാന്ന് പറയും, 2 മക്കളും ഗൾഫിൽ ജോലി ഇല്ലാതെ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ചെറിയ നിസ്സാര ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. ആൾക്കാർ അവർക്ക് എന്താ കുഴപ്പമില്ലല്ലോ, അവർക്ക് കൊടുക്കൊന്നും വേണ്ട. മിസ്കീന് ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറയുന്നവൻ അവിശ്വാസിയല്ലയോ നബിയേ? ശരിക്കും ശ്രദ്ധിക്കണം. റിലീഫ് പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ അഭിമാനമുള്ള ആളുകൾ കാണും. മിസ്കീന്മാർ മുതലാളിമാരാണെന്നാണ് കണ്ടാൽ തോന്നുക. അവരുടെ വസ്ത്രം കണ്ടാൽ, അവരുടെ നടപ്പ് കണ്ടാൽ അഭിമാനമുള്ള ആളുകൾ. ഉള്ളിന്റെ ഉള്ളിൽ കഷ്ടപ്പെടുന്ന എരുതി ആരാരും അറിയരുത്, അഭിമാനം നഷ്ടപ്പെടരുത്, ആരാരോടും പരാതി പറയരുത്, ഞങ്ങൾ സുഖത്തിലാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ അഭിമാനം നഷ്ടപ്പെടാത്ത രീതിയിൽ അവർക്ക് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അവരെ ക്യൂല് നിർത്തരുത്, അവർക്കത് അഭിമാനത്തിന് ക്ഷതം വരും. ഭക്ഷണം കൊടുക്കണേ എന്ന് പറഞ്ഞിടത്തൊക്കെ അള്ളാഹു മിസ്കീൻ എന്ന് പ്രയോഗിക്കുന്നത് കാഴ്ചയിൽ മുതലാളിയാണ്, ആള് ഫക്കീറിനെക്കാളും പ്രയാസത്തിലായി കാണും. നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം കേട്ടോ, അവരുടെ കാര്യം നോക്കണം കേട്ടോ. അവർക്കും മക്കളെ കെട്ടിക്കാനുണ്ട്, അവരുടെ വീട്ടിലും ആളുകളുണ്ട്, ഭക്ഷിക്കാൻ സാധനങ്ങളുണ്ടോ, ജോലി നഷ്ടപ്പെട്ടിട്ട് കാലമെമ്പാടും ആയി കാണും, ആശുപത്രിയിൽ കൊടുക്കാൻ കാശുണ്ടോ? സിലുൽ അർഹാം സല്ലൂ ബില്ലൈലി വന്നാസു നിയാം. സിലുൽ അർഹാം. ആദ്യത്തേത് മദീനയിലേക്ക് കടന്നു വന്ന അന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലുള്ള പരിശുദ്ധമായൊരു റബീഉൽ അവ്വലിൽ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അന്നാണ് അൻസ്വാരികൾ വീടുകൾ മുഴുവനും അലങ്കരിച്ചത്, അന്നാണ് അവർ ദഫ് മുട്ടിയത്, അന്നാണ് നബിക്ക് വേണ്ടി പുകഴ്ത്തി പാടിയത്. 200ഓളം വരുന്ന പാട്ടുകാർ, അള്ളാഹുവിന്റെ റസൂലിനെ പാടാനുള്ള പാട്ടുകാർ മദീനയിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ നേതാവാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അവർക്ക് പാടാൻ വേണ്ടി ഒരു മിമ്പർ മദീനത്തെ പള്ളിയിൽ ഉണ്ടായിരുന്നുവല്ലോ, ഹബീബിനെ പറ്റി പാടാൻ വേണ്ടി. അതാണ് മദീന. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ كأنك قد خلقت كما تشاء وأجمل منك. അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ ലം തറ ഖത്തു ഐനി, എന്റെ കണ്ണൊരിക്കലും കണ്ടിട്ടില്ല നബിയേ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബിയെ കുറിച്ച് പാടിയതാണത്. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി, അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല നബിയേ. വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങയേക്കാളും സൗന്ദര്യമുള്ള ഒരാളെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയേ. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ كأنك قد خلقت كما تشاء. യാതൊരു ന്യൂനതയുമില്ലാതെ അള്ളാഹു അങ്ങയെ പടച്ചത് കാണുമ്പോൾ അങ്ങ് എങ്ങനെയാണോ ജനിക്കാൻ ഇഷ്ടപ്പെട്ടത്, അങ്ങ് എങ്ങനെയാണോ ജനിക്കാൻ ഇഷ്ടപ്പെട്ടത് അങ്ങനെ അള്ളാഹു പറഞ്ഞയച്ച പോലെ എന്ന് നിബിതങ്ങളോട് പാട്ടുപാടിയ സ്വഹാബിയാണ് മദീനക്കാരനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. മദീനക്കാർ പാട്ടുപാടിയതാണ്. റബീഉൽ അവ്വൽ നമ്മുടെ മക്കൾ പാട്ടുപാടുന്നത്. ഹുബ്ബുൽ അൻസാരി ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. ഈമാനിന്റെ അടയാളം അൻസ്വാരികളോട് സ്നേഹം വെക്കലാണ്. വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസ്വാർ. കപടവിശ്വാസത്തിന്റെ അടയാളം അൻസ്വാരികളോട് ദേഷ്യപ്പെടലാണ്, അവർ ചെയ്തത് ഇഷ്ടപ്പെടാതിരിക്കലാണ്. അൻസ്വാരികളോട് ഇഷ്ടം വെക്കൽ ഈമാനിന്റെ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പാട്ടുപാടി അന്നത്തെ നാളിലാണ്
4 കാര്യം നബി ചെയ്തത്. 4 വിഷയം നബി ചെയ്തിട്ടുണ്ട്. 4 വിഷയം പറയുകയും ചെയ്തു. ആ പറഞ്ഞത് മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നബി 4 കാര്യമാണ് ആദ്യമായി മദീനയിൽ ചെയ്തത്. ആദ്യമായി ചെയ്തത് പരിശുദ്ധമായ ഖുബാ പള്ളി എടുക്കുകയാണ്, മസ്ജിദ് ഖുബാ. രണ്ടാമത് ചെയ്തത് മുഹാജിറുകളെയും അൻസാരികളെയും ഒരു പാവപ്പെട്ട ഒരാളെ മദീനയിലെ ഒരു മുതലാളി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. മൂന്നാമത് ചെയ്തത് അവിടെ തമ്മിൽ തള്ളിയിരുന്ന 2 കുടുംബങ്ങളുണ്ട്, ഔസും ഖസറജും, അവരെ യോജിപ്പിക്കുകയാണ്. നാലാമത് പറഞ്ഞത് അലൈക്കും ബിസ്സൂഖ്, ബിസിനസ് ചെയ്യണം, അങ്ങാടിയിലേക്ക് പോകണം, മാർക്കറ്റിലേക്ക് പോകണം. ലാ തദഉഹാ ലിൽ യഹൂദ്, ജൂതന്മാർക്ക് നിങ്ങൾ അങ്ങാടികൾ വിട്ടുകൊടുക്കരുത്. മുസ്ലിമീങ്ങൾ കച്ചവടം ചെയ്യണം, മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ വേണം. അവരുണ്ടാകുമ്പോൾ മയക്കുമരുന്നോട് വിൽക്കപ്പെടില്ല, അവരുണ്ടാകുമ്പോൾ മദ്യപാനം അവിടെ ഉണ്ടാകില്ല. മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ വഞ്ചന ചെയ്യില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ അങ്ങാടികളിൽ പോയി ബിസിനസ് ചെയ്യുവിൻ. പള്ളി ഉണ്ടാക്കുക, അല്ലാഹു നമ്മളും തമ്മിലുള്ള ബന്ധം ക്ലിയർ ചെയ്യുക. ബിസിനസ് ഉണ്ടാക്കുന്നത്, സാമ്പത്തികമായ ഭദ്രതയുണ്ടാകുന്നത്. മുഹാജിറുകളും അൻസാരികളെയും നബി സ്വീകരിക്കാൻ പറഞ്ഞത്. അൻസാരി ഓരോ മുതലാളിയും ഒരു പാവപ്പെട്ട സ്വഹാബിയെ, മുഹാജിറിനെ, മക്കയിൽ നിന്ന് വന്ന സ്വഹാബിയെ ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞു. ചാരിറ്റി പ്രവർത്തനം. നാലാമത്തേത് സമാധാനം. പിണങ്ങി നിൽക്കുന്ന ആളുകളെ ഇരുത്തിയിട്ട് സമാധാന ചർച്ചകൾ ആരംഭിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 കാര്യമാണ് ചെയ്തത്. നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. പറഞ്ഞ 4 വിഷയങ്ങളിലാണ് നമ്മളുള്ളത്. ആദ്യമായി പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു സലാം, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അഫ്ശുസ് സലാം. 2 അത്ഇമു തുആം. 3 സിലുൽ അർഹാം. അത്രയല്ലായിട്ടുള്ളൂ അല്ലേ? മൂന്നാമത്തേതിലാണ് നമ്മൾ നിൽക്കുന്നത്. സിലുൽ അർഹാം, കുടുംബ ബന്ധം ചേർത്തേണമേ. കുടുംബ ബന്ധം ചേർത്തണം. വാപ്പ, ഉമ്മ, വല്യാപ്പ, വല്യുമ്മ, വാപ്പയുടെ പെങ്ങന്മാര്, ആങ്ങളമാര്, ഉമ്മയുടെ സഹോദരിമാര്, ജ്യേഷ്ഠത്തിമാര്, ആങ്ങളമാര്, ഭർത്താവ്, ഭർത്താവിന്റെ ഉപ്പ, ഉമ്മ, ഭർത്താവിന്റെ ഭാര്യയെ സംബന്ധിച്ച് ഭാര്യയുടെ ഉമ്മ, ഉപ്പ, അവരുടെ കുടുംബം, ഇതൊക്കെ നിങ്ങളുടെ രക്തബന്ധമുള്ള ആളുകളാണ്. അവരോട് നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തണം. എന്തരുത്? മുറിക്കരുത്. അല്ലാഹു അർശിനെ സൃഷ്ടിക്കുകയും അവന്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞ ഉടനെ അർശിന്റെ മേൽ തൂങ്ങിപ്പിടിച്ചൊരു സാധനം പറഞ്ഞു, അല്ലാഹുവേ ഹാദാ മഖാമുൽ ആഇദ് ബിക മിനൽ ഖത്വീഅ, അല്ലാഹുവേ എന്നെ മുറിച്ചു കളയാതെ സൂക്ഷിക്കണേ എന്ന് ഞാൻ ഇവിടെ നിന്നോട് കാവൽ ചോദിക്കട്ടെ. നോക്കുമ്പോൾ അത് അർറഹിമു, കുടുംബ ബന്ധമായിരുന്നു. കുടുംബ ബന്ധം എന്നെ മുറിക്കാതെ നോക്കണേ അല്ലാഹ്. അല്ലാഹു പറഞ്ഞു, കുടുംബ ബന്ധമേ, അമാ തർളൈന, നിനക്കിഷ്ടമാകില്ലയോ അൻ അസ്വില മൻ വസലകി, നിന്നെ ചേർത്തുന്നവരോട് ഞാൻ ബന്ധം ചേർത്തുകയും നിന്നോട് മിണ്ടാത്തവരോട്, പിണങ്ങിയവരോട് ഞാൻ പിണങ്ങുകയും ചെയ്യുന്നത് പോരയോ കുടുംബ ബന്ധമേ? മതി അല്ലാഹുവേ എന്ന് മനുഷ്യ സൃഷ്ടിപ്പിന്റെ മുമ്പേ കുടുംബ ബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ സ്വഹീഹായ ഹദീസിലുണ്ട്. എന്ന് പറഞ്ഞാൽ പാപ്പയോട് മിണ്ടാത്തവരോട്, ഉമ്മയോട് മിണ്ടാത്തവരോട്, ജ്യേഷ്ഠാനുയന്മാർ പരസ്പരം മിണ്ടാത്തവരോട്, ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിക്കഴിയുന്നവരോട്, ഭാര്യ കുടുംബവുമായിട്ടോ ഭർത്താവിന്റെ കുടുംബവുമായിട്ടോ ഈഗോ പ്രശ്നങ്ങളുണ്ടായി പരസ്പരം പിണങ്ങുന്നവരോട് അല്ലാഹു പിണങ്ങിയിരിക്കുകയാണ്. അല്ലാഹു അവരോട് മിണ്ടുന്നില്ലേ? അല്ലാഹുവിന്റെ കാവൽ അല്ലാഹു എടുത്തു കളഞ്ഞിരിക്കുന്നു. നേരെ മറിച്ച് ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും സാരമില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ, നമുക്ക് അങ്ങോട്ട് ചെന്ന് നന്നാവാം, നമുക്ക് മാപ്പ് കൊടുക്കാം, നമുക്കൊരു വിട്ടുവീഴ്ച ചെയ്യാം, നമുക്കൊരവിടെ ഇളവ് ചെയ്യാം. ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളോട് അല്ലാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. അല്ലാഹു നിങ്ങളോട് സ്നേഹത്തിലാണ്. അല്ലാഹുവിന്റെ ബന്ധം നിങ്ങളോടൊപ്പം മുറുകയുണ്ട്. ഇതാണ് ഹദീസിന്റെ അർത്ഥം. മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ. അവരൊരിക്കൽ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ എൻ്റെ ആയുസ്സിൽ നീ എൻ്റെ ആയുസ് നീട്ടിത്തരണേ പടച്ചവനെ. വസിദ് ഫീ ഉംരി നബി സൗജി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഭർത്താവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആയുസ്സും നീട്ടിക്കൊടുക്കണേ അല്ലാഹ്.
വസിദ് ഫീ ഉംരി അബീ സുഫിയാൻ, എന്റെ വാപ്പ അബൂ സുഫിയാൻ എന്നവരുടെ ആയുസ്സും നീട്ടിക്കൊടുക്കണേ അല്ലാഹ്. വസിദ് ഫീ ഉംരി അഖീ മുആവിയ, എന്റെ സഹോദരൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ആയുസ്സും നീട്ടിക്കൊടുക്കണമേ. നബി ചോദിച്ചു, ഉമ്മു ഹബീബ, അള്ളാഹു കൃത്യമായി നിർണയിച്ചു കഴിഞ്ഞ, അള്ളാഹു തീരുമാനിച്ചു ഉറപ്പിച്ചു വെച്ചൊരു വിഷയം മാറ്റാനാണോ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസം പ്രായമായിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ആയുസ് എത്രയാണെന്ന് അള്ളാഹു തീർച്ചപ്പെടുത്തി കഴിഞ്ഞുവല്ലോ. അത് മാറ്റണമെങ്കിൽ 2 കാരണങ്ങളെ കൊണ്ടേ മാറ്റാൻ പറ്റൂ, അല്ലെങ്കിൽ ആയുസ്സിൽ മാറ്റം വരികയില്ല. അള്ളാഹുവിനോട് ആയുസ്സിൽ ബറക്കത്തിന് ചോദിച്ചേക്കണം, അല്ലാഹുമ്മ ബാരിക് ഫീ ഉംരി, എന്റെ ആയുസ്സിൽ ബറക്കത്ത് തരണമേ. വബാരിക് ഫീ ഉംരി സൗജി മുഹമ്മദിൻ, എന്റെ നബിക്ക് എന്റെ ഭർത്താവിന് ആയുസ്സിൽ ബറക്കത്ത് കൊടുക്കണേ. വസിദ് ഫീ ഉംരി അബീ സുഫിയാൻ, എന്റെ വാപ്പ അബൂ സുഫിയാൻ എന്നവരുടെ ആയുസ്സിലും ബറക്കത്ത് കൊടുക്കുക. വഉംരി അഖീ മുആവിയ, എന്റെ സഹോദരൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ആയുസ്സിനും ബറക്കത്ത് കൊടുക്ക്. ആയുസ്സിൽ ബറക്കത്തല്ലാതെ ആയുസ് നീണ്ടു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 2 കാരണങ്ങളെ കൊണ്ടേ അത് നടക്കൂ, അല്ലാതെ നടക്കൂല. അള്ളാഹിനോട് ആയുസ് നീട്ടിത്തരണേന്ന് ചോദിച്ചോളൂ. അതിന്റെ അർത്ഥം ആയുസ് നീളാൻ കാരണമായ ആ 2 കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് തൗഫീഖ് തരണേ എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഏതാണ് ആ 2 കാര്യം? ഒന്ന്, ബിർറുൽ വാലിദൈൻ, തന്റെ ജന്മത്തിന് കാരണമായ ഉമ്മയോടും വാപ്പയോടും ഗുണം ചെയ്യലാണ്, ഉമ്മാക്കും വാപ്പാക്കും ഗുണം ചെയ്യലാണ് ബിർറുൽ വാലിദൈൻ. അള്ളാഹു രേഖപ്പെടുത്തി വെച്ച ആയുസ് അള്ളാഹു നീട്ടിത്തരും. 40-ാമത്തെ വയസ്സിലോ 18-ാമത്തെ വയസ്സിലോ ഒരു ആക്സിഡന്റ് ആയിട്ട് മരിക്കാനാണ് അള്ളാഹിന്റെ വിധിയെങ്കിൽ ഉമ്മയോട് സ്നേഹമുള്ള മോന്, ഉമ്മയോട് സ്നേഹമുള്ള മോൾക്ക് അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കും. വാപ്പയോട് സ്നേഹമുള്ള മോനും മോൾക്കും അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കും. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ഉറക്കെ സംസാരിക്കുന്ന മക്കളെ, 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പഠിക്കുന്ന ആൺകുട്ടിയോടും പെൺകുട്ടിയോടും സ്വന്തം ഉമ്മാക്കോ വാപ്പാക്കോ ഒരു കാര്യം പറയാൻ ധൈര്യമില്ല. എന്തേ? പറഞ്ഞാൽ കേൾക്കൂല മക്കൾ. എന്തിനാ പിന്നെ പറയുന്നത്? ഉമ്മ പറഞ്ഞു തുടങ്ങിയാൽ മതി ഉമ്മ നിങ്ങളുടെ വാഴ് എന്ന് പറയുന്ന മക്കളാണ്. മതി വാപ്പാ നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്ന ആൺമക്കൾ. മക്കളെ, ആൺമക്കളെ, പെൺമക്കളെ, അള്ളാഹു നിങ്ങളുടെ ആയുസ്സിൽ ബറക്കത്ത് തരണമെങ്കിൽ ഈ ഒരു കാര്യമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങളുടെ വാപ്പയാണ്. ഹുമാ ജന്നതുക, ഇവര് നിങ്ങളുടെ സ്വർഗമാണ്. അവരെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ സ്വർഗമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കൊണ്ടുപോകുന്നത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുവിൻ. കൈക്കുഞ്ഞായി വളർന്ന കുഞ്ഞാണ്, അമ്മിഞ്ഞപ്പാല് കൊടുത്ത് താരാട്ടുപാടി ഉറക്കി ഹോസ്പിറ്റലിൽ മാസങ്ങളോളം കടന്ന്, വീട്ടിൽ കടന്ന് മാസങ്ങളോളം ദിവസങ്ങളോളം ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാതെ കുഞ്ഞിനെ തലക്ക് വെച്ച് കുഞ്ഞിന് പാല് കൊടുത്ത് രാപ്പകലുകളില്ലാതെ അധ്വാനിച്ച പ്രിയപ്പെട്ട ഉമ്മയോട് ആ കൈക്കുഞ്ഞായി വളർന്ന കുഞ്ഞ് ഒരു +2-ലോ ഡിഗ്രിക്കോ പഠിക്കാനാകുമ്പോഴേക്കും ഉമ്മ എനിക്കിന്നവനെ ഇഷ്ടമാണ്, വാപ്പാ എനിക്ക് ഇന്നവനെ ഇഷ്ടമാണ്, ഞാൻ അവന്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണെന്ന് പറയുന്ന മക്കളെ, നിങ്ങൾക്ക് ജന്മം തന്ന ഉമ്മയോട്, നിങ്ങളുടെ ജന്മത്തിന് കാരണമായ വാപ്പയോട് ഈ വേദനിപ്പിക്കുന്ന വേദന അള്ളാഹു പൊറുക്കുമോ മക്കളെ? അള്ളാഹു പുറത്തു തരുമോ നിങ്ങൾക്ക്? എങ്ങോട്ടാണ് ഈ ചാടിപ്പോക്ക്? എങ്ങോട്ടാണ് ഈ ഓട്ടം? എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിങ്ങളൊരു കുടുംബമായി ജീവിക്കാൻ തുടങ്ങിയാൽ ഏതാനും വർഷം കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് മക്കളുണ്ടാവില്ലേ? നിങ്ങളൊരു ഉമ്മയാവില്ലേ? നിങ്ങളൊരു വാപ്പയാവില്ലേ? ആ നേരത്താണ് സ്വന്തം ഉമ്മയോട് ഞാനിത് ചെയ്തത് തെറ്റായി പോയി, എന്റെ വാപ്പയോട് ഞാനിത് ചെയ്ത് തെറ്റായി പോയി എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് വരുമ്പോഴേക്കും കൊല്ലങ്ങൾ കഴിഞ്ഞു പോയി കാണും. അത്രയും വർഷം ഉമ്മയുടെ മനസ്സ് നോവിച്ചത് അള്ളാഹു പകരം വിട്ടാതെ വിടുകയില്ല. നിങ്ങളുടെ ഈ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് തരുമോ? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾ നിങ്ങളുടെ സ്വർഗമാണ്. അവരെ നിങ്ങൾ ശ്രദ്ധിക്കണമേ. അവരോട് ഉച്ചവെച്ച് സംസാരിക്കരുത്, അവരോട് ആക്രോശിക്കരുത്, സൗമ്യമായിട്ടേ പറയാവൂ. അല്ലാമ ഇബ്നു സിരീൻ
അല്ലാമ ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം ഉമ്മയോട് കെഞ്ചി പറയുന്ന വാർത്ത, കെഞ്ചി പറയുന്നത് ഒരാൾ കേട്ടപ്പോ ചോദിച്ചു, അല്ലാമ ഇബ്നു സിരീൻ ആരോടാണാവോ ഈ താണ് കേണ് കെഞ്ചി പറയുന്നത്? അവർ പറഞ്ഞു, ഉമ്മയോടാണ്. സ്വന്തം ഉമ്മയോട് ഇബ്നു സിരീൻ അങ്ങനെ പെരുമാറിയിട്ടുള്ളൂ. ഉമ്മ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു കുഞ്ഞിന്റെ വാക്കിന് ആ ഉമ്മയുടെ മനസ്സിൽ നിന്നും സ്നേഹം മണപൊട്ടിയാൽ, ഉമ്മയുടെ ഖൽബിൽ നിന്ന് പ്രാർത്ഥന ഉയരുമ്പോൾ അത് അർശ് വരെ തട്ടും. അല്ലാഹു അത് സ്വീകരിക്കും. വാപ്പയുടെ പ്രാർത്ഥന, ഉമ്മയുടെ പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പറയുന്നത് അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ടാണ് ഉമ്മയോട് വാപ്പയോട് നബി പറയുന്നത്, സ്വന്തം മക്കൾ എന്ത് കുരുത്തക്കേട് ചെയ്താൽ പോലും നിങ്ങൾ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കല്ലിൻ, നിങ്ങൾ ശപിച്ചുകൊണ്ട് പറഞ്ഞു പോകല്ലിൻ. ഏതെങ്കിലും നിങ്ങൾ പറയുന്ന വാക്കുകൾ അർശിലെങ്ങാനും തട്ടിപ്പോയാൽ നിങ്ങളുടെ മക്കളിൽ അപകടം സംഭവിക്കും. തൗബ ചെയ്യാനുള്ള, നന്നാവാനുള്ള ഒരവസരം പോലും നഷ്ടപ്പെട്ടുകൊണ്ട് അവർക്ക് മരിച്ചു പോകേണ്ടി വരും. നരകത്തിലേക്കുള്ള പോക്കായിരിക്കും അത്. ആ കാരണം കൊണ്ട് ഉമ്മ വാപ്പമാരോട് ഒരൽപ്പം ക്ഷമിക്കാൻ ശറഅ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മക്കളോട് ശറഇന് പറയാനുള്ളത് 5 നേരം നിസ്കരിക്കണം എന്ന് പറഞ്ഞ ശറഅ്, നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞ ശറഅ്, സത്യം പറയണം, വഞ്ചിക്കരുത് എന്ന് പറഞ്ഞ ശറഅാണ്. വബിൽ വാലിദൈനി ഇഹ്സാനാ, കുടുംബ ബന്ധങ്ങൾ, മാതാപിതാക്കളോട് നന്മ ചെയ്യണേ. ഇതുപോലെ അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞ പോലെ എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ നന്മ ചെയ്യട്ടെ. മാതാപിതാക്കളോട് ചെയ്യുന്ന നന്മയാണ് ആയുസ് കൂടാൻ കാരണമാകുന്ന ഒരു കാരണം. രണ്ടാമത്തേത് കുടുംബ ബന്ധം ചേർക്കലാണ്. സ്വന്തം ഉമ്മയുടെ ബാപ്പയുടെ കുടുംബത്തോട്, രക്തബന്ധമുള്ള കുടുംബത്തോട് പിണങ്ങാതിരിക്കലാണ്. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, 2 സെന്റ് ഭൂമിക്ക് ഉമ്മ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ്, വാപ്പ തന്നില്ല എന്ന് പറഞ്ഞ്, ജ്യേഷ്ഠനെടുത്തു അനിയനെടുത്തു എന്ന് പറഞ്ഞ്, പെങ്ങളെടുത്തു അനിയത്തി ജ്യേഷ്ഠത്തി തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന കാലത്താണ് സുലുൽ അർഹാം. നിങ്ങളുടെ രക്തബന്ധങ്ങൾ നിങ്ങളുടെ സ്വർഗമാണ്. അത് നിങ്ങൾ കെടാതെ സൂക്ഷിക്കണമേ. അത് നിങ്ങൾ വിട്ടുപോകാതെ, മുറിഞ്ഞു പോകാതെ കാക്കേണമേ. സുലുൽ അർഹാം. പൈസക്ക് വേണ്ടി 2 സെന്റ് ഭൂമിയുടെ 2 ലക്ഷമോ 10 ലക്ഷമോ 50 ലക്ഷമോ ആകട്ടെ, ഈ സ്ഥലത്തിന്റെ കണക്ക് പറഞ്ഞ്, അനന്തരാവകാശത്തിന്റെ കണക്ക് പറഞ്ഞ്, വസിയത്തിന്റെ പേരിൽ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി പരസ്പരം മിണ്ടാതെ നടക്കുന്ന മക്കളും വാപ്പമാരും, മിണ്ടാതെ നടക്കുന്ന ജ്യേഷ്ഠനും അനിയനും, മിണ്ടാതെ നടക്കുന്ന ജ്യേഷ്ഠത്തെയും അനിയത്തെയും ആങ്ങളെയും പെങ്ങന്മാരും. നമ്മളോടാണ് 21-ാം നൂറ്റാണ്ടിനോട് അഷ്റഫുൽ ഖൽഖിന് പറയാനുള്ളത്, സിലുൽ അർഹാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട 2 സെന്റിന് പകരം 100 സെന്റ് തരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. പക്ഷേ നിങ്ങൾ കുടുംബ ബന്ധം മുറിച്ചു കളയല്ലേ, മിണ്ടാതെ നടക്കല്ലിൻ, പിണക്കമാവല്ലിൻ. നിങ്ങൾ മിണ്ടണേ, നിങ്ങൾ ചിരിക്കണേ, സന്തോഷമാവണേ, പുറത്തു കൊടുക്കണേ, വിട്ടുവീഴ്ച ചെയ്യണമേ. സുലുൽ അർഹാം. ഈ കുടുംബ ബന്ധം ചേർത്തലും മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യലുമല്ലാതെ മറ്റൊന്നുകൊണ്ടും ആയുസ് നീളുക എന്ന പരിപാടി അല്ലാഹു നടത്തുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ, അയ്യുഹന്നാസ് അഫ്ശുസ്സലാം അത്ഇമുത് തുആം സിലുൽ അർഹാം സല്ലൂ ബില്ലൈലി വന്നാസു നിയാം. സല്ലൂ ബില്ലൈലി, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമേ, രാത്രികാലത്ത് എഴുന്നേറ്റ് നിസ്കരിക്കണേ. വന്നാസു നിയാം, ജനങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോ എല്ലാവരും ഉറക്കത്തിലാണ്, സുബഹിയായിട്ടില്ല. സുബഹിക്ക് വാങ്ക് വിളിക്കാൻ പോകുന്നതിന്റെ മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും, ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും, ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് എഴുന്നേറ്റ് വുളൂ ചെയ്ത് 2 റക്അത്തെങ്കിലും സുബഹിന്റെ മുമ്പ് നിസ്കരിക്കണേ. സല്ലൂ ബില്ലൈലി വന്നാസു നിയാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ സുബ്ഹി നിങ്ങൾ ഖളാ ആക്കൂല. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ളുഹുറും അസ്റും നിങ്ങൾക്ക് ഖളാ ആവില്ല. പാതിരാത്രി അല്ലാഹുവിന് വേണ്ടി സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ സാധിക്കുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും അവന്റെ മഗ്രിബും ഇശാഉം ഖളാ ആക്കുകയില്ല, അവന് ജുമുഅ നഷ്ടപ്പെട്ടു പോവുകയില്ല. സല്ലൂ ബില്ലൈലി വന്നാസു നിയാം.
ജനങ്ങളൊക്കെ ഉറങ്ങുകയല്ലേ, നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുവിൻ. ആരും അറിയാതെ ചെയ്യണം എന്നാണ് പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് ജനങ്ങൾ ഉറങ്ങുമ്പോൾ എന്ന് പറഞ്ഞത്. അപ്പൊ ആ നേരത്തെ നിസ്കരിക്കുന്നത് നിങ്ങൾ ബാക്കിയുള്ളവരുടെ വിളിച്ച് പറഞ്ഞു കൊടുക്കരുത്. പിന്നെ ഞാൻ നിങ്ങളെ നല്ലോണം ഓർമ്മ വന്നു. ഇന്നലെ നിങ്ങൾക്ക് കുറേ ഇതായിരുന്നു. ഇപ്പൊ ചോദിക്കണേ എപ്പോഴും ഇന്നലെ തഹജ്ജുദ് നീച്ചപ്പോഴേ പോയി, ആ തഹജ്ജുദ് പോയിക്കണേ, നിങ്ങൾ അടുത്ത ദിവസം നിസ്കരിച്ചോളി. ആ പറഞ്ഞതോടുകൂടെ പോയി. അല്ലെങ്കിൽ ആ നേരത്തെ ഇല്ലാത്തൊരു വിളി, ഫോൺ വിളി അങ്ങനെ റിങ് ചെയ്യുന്നു. സുബഹിക്ക് എണീക്കുന്ന ആളാണ്, ഫോൺ എന്തേ ചങ്ങാതിയെ പറ്റിയത്, എന്താ ഈ നേരത്തെ വിളിച്ചത്, വല്ലതും പറ്റിയോ? ഒന്നുമില്ല, ഞാൻ തഹജ്ജുദ് നീച്ചപ്പോൾ എന്നെ ഓർമ്മ വന്നപ്പോൾ വിളിച്ച. ഇങ്ങനെയൊന്നും പരസ്യമാക്കല്ലേ. അത് നിങ്ങളും പഠിച്ചോനെ മാത്രം അറിഞ്ഞാൽ മതി. പുര മുഴുവൻ ലേറ്റിട്ട് നടത്തും വേണ്ട. അപ്പോൾ ആൾക്കാരറിയില്ല, റബ്ബേ ഇവര് തഹജ്ജുദിക്കുന്ന വരക്കാരാണല്ലോ എന്ന് ആരെയും അറിയിക്കണ്ട. നിങ്ങളുടെ സീറോ ബൾബ് അതും ആവശ്യമില്ലെങ്കിൽ ഇരുട്ടത്ത് നിസ്കരിച്ചോളി. നിങ്ങളും പഠിച്ചോനും മാത്രം അറിഞ്ഞാൽ മതിയത്. അതിന് കുറച്ചടങ്ങാതെ നമുക്ക് കുറച്ച് ചെയ്യുമ്പോഴേക്കും നല്ലോണം പറഞ്ഞടക്കണ്ടേ. ഇന്നത്തെ പണി അതാ, ഒന്നും ചെയ്യാതൊക്കെ എന്നിട്ട് അങ്ങോട്ട് പരസ്യം കൊടുക്കുക പത്രത്തിൽ, അല്ലാഹ് ഇന്നതൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഈ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് കുറച്ച് ചെയ്യുക, അല്ലെ ഒന്നും ചെയ്യാതൊക്കെ കുറെ ചെയ്തു എന്ന് പറയാം. നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അരികിലൂടെ ഇങ്ങനെ പോകും. വാതിൽക്കൽ മുട്ടിയിട്ട് പറയും, യാ അലിയു യാ ഫാത്തിമ, അലിയേ ഫാത്തിമ, സ്വല്ലു സ്വല്ലിയാ വലൗ റകഅതൈനി ഖബ്ലൽ ഫജ്ർ. ഫാത്തിമ, അലിയെ രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റാട്ടെ, സുബഹി വാങ്ങി കൊടുക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചോളൂ. ഇത് പറയുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമോ റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് നബിതങ്ങൾ, കരുണക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ആ പ്രാർത്ഥന നമ്മുടെ വീടുകളിലേക്ക് വേണ്ടയോ? റഹിമല്ലാഹു റഅൻ, ഒരു മനുഷ്യൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആരാ പ്രാർത്ഥിക്കുന്നത്? ലോകത്തിന്റെ ഗുരു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാമ മിനൽ ലൈലി, രാത്രി അയാൾ എഴുന്നേറ്റു നിസ്കരിക്കാൻ വേണ്ടി, തഹജ്ജുദ് നിസ്കരിക്കാൻ. ഖിയാമുൽ ലൈൽ ഫർള് ഖളാ വിട്ടാനല്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. വഅയ്ഖല അഹ്ലഹു, തന്റെ ഭാര്യയെ ഉണർത്തുകയും ചെയ്തു. അവൾ ഭയങ്കര ഉറക്കക്കാരിയാണ്. അവൾ എഴുന്നേൽക്കാതെ വന്നപ്പോൾ ഒരൽപ്പം വെള്ളമെടുക്കുകയും അവളുടെ കണ്ണിലേക്ക് ഉറക്കം തെളിയാൻ ഒരൽപ്പമായി തെളിച്ചു കൊടുക്കുകയും ചെയ്ത ആൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. നിസ്കാരത്തിന്റെ വിഷയത്തിൽ വെറുപ്പുണ്ടാക്കരുത്. കാരണം ഇത് സുന്നത്ത് നിസ്കാരത്തിന് എഴുന്നേൽക്കുന്നത്. ഇപ്പോഴും എഴുന്നേൽക്കാതിരിക്കുമ്പോൾ ടോയ്ലറ്റിലെ ഫ്ലഷ് എടുത്തിട്ട് ബെഡ് അതൊന്നും ചെയ്യരുത്. മോട്ടർ ഇട്ടിട്ട് പൈപ്പടിക്കുക, വെള്ളത്തിൽ ഉറങ്ങണോടത്ത് ആകെ കുളിപ്പിക്കുക, അതല്ല ഈ പറഞ്ഞതിനർത്ഥം. നളഹ, മെല്ലെ ആ കണ്ണ് തെളിയാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ വെള്ളം അടിച്ചാൽ പിന്നെ വേറെ നിസ്കരിഞ്ഞ് വിളിക്കും വേണ്ട, ഞാൻ ഈ പെരയിൽ നിന്ന് പോകുമെന്നൊക്കെ പറയും പിന്നോട്. അങ്ങനെ മെല്ലെ ചെയ്താൽ മതി. നന്മ ചെയ്യിക്കാനല്ലേ, അതിൽ വല്ലാതെ എന്ത് ചെയ്യരുത്, സ്ട്രോങ് ആവരുത്. മെല്ലെ കൊടുത്താൽ മതി. മെല്ലെ ഒന്ന് എഴുന്നേൽപ്പിക്കുക. ചിലപ്പോൾ എഴുന്നേറ്റെന്ന് വരും, ചിലപ്പോൾ പറയും നിങ്ങൾക്കറിയോ ഞാൻ ഇന്ന് രാത്രി ഉറങ്ങിയിട്ടെന്നല്ല, ഞാൻ ഇപ്പോഴും ഉറങ്ങാൻ തുടങ്ങുകയാണ്. എന്നൊക്കെ ഉറങ്ങിയ കുട്ടി കുഴപ്പമില്ല, നാളെ എഴുന്നേറ്റോണ്ടി മതി. അപ്പോൾ നാളെ ഓൾക്കൊരു ഓർമ്മ വരും, അപ്പോൾ എഴുന്നേൽക്കാൻ തോന്നുന്നു. റഹിമല്ലാഹു റഅതൻ, ഒരു പെണ്ണിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തു. ആണിന് ദുആ ചെയ്ത പോലെ ഖാമത്ത് മിനൽ ലൈലി, അവളും രാത്രി എഴുന്നേറ്റു നിസ്കരിക്കാൻ. വഅയ്ഖല സൗജഹാ, ഭർത്താവിനെ എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞു. ഭർത്താവ് ഉറക്കത്തിലാണ്. നളഹത് ഫീ വജ്ഹിഹിൽ മാ, ഒരൽപ്പം വെള്ളമെടുത്ത് ഭർത്താവിന്റെ കണ്ണിലേക്ക് ഉറക്കം തെളിയാൻ വെള്ളം കൈകൊണ്ട് വെള്ളം കുടയുകയും ഭർത്താവ് എഴുന്നേൽക്കുകയും ചെയ്താൽ, രണ്ടുപേരും എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരിക്കുക. തങ്ങളുടെ ദുആയല്ലേ അത് നമ്മുടെ വീട്ടിൽ ഫലിക്കില്ലയോ? രണ്ടാളും എന്ത് ചെയ്യുക, ഏതായാലും എണീക്കണം. ഒരു 10 മിനിറ്റ് മുമ്പ് നേരത്തെ എണീക്കുക. ഇനി മുതൽ അത് ഒഴിവാക്കരുത് മുഅ്മിനീങ്ങളെ. ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് ഒഴിവാക്കരുത്. പറ്റിയാൽ അങ്ങനെ, ചിലപ്പോൾ ക്ഷീണം കൊണ്ട് പറ്റിയില്ല എന്ന് വരും, സുബഹിക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ എന്ന് വരും, എനിക്കോട്ടെ കുഴപ്പമില്ല. സാധിക്കുന്ന എനിക്കൊന്ന് എഴുന്നേൽക്കണം എന്നൊരാഗ്രഹം വെക്കും, അലാറം വെച്ച് കിടക്കും. പിന്നെ ചിലപ്പോൾ അറിഞ്ഞില്ല എന്ന് വരും, അതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് നിയ്യത്തുണ്ടല്ലോ, അതിന് അല്ലാഹു കൂലി തരും.
ആ നിസ്കാരത്തിൻ്റെ ഒരു രസമറിഞ്ഞാൽ നിങ്ങളത് ജീവിതത്തിൽ ഒഴിവാക്കൂല. അത് 100% ഗ്യാരണ്ടിയാണ്. ഇതൊക്കെ പിന്നെ ബാക്കി ഉണ്ടാവുള്ളൂ. ലോകപ്പിന് ഓർക്കൊഴിച്ചതൊക്കെ അള്ളാഹു ചോദ്യം വിട്ടാൽ നമ്മുടെ മുമ്പിലേക്ക് കണ്ട് പറഞ്ഞു വിട്ട എന്താ അതിനൊക്കെ മറുപടി പറയാം? ഈ എനിക്ക് വേണ്ടി ഓർക്കൊഴിച്ചോ? മറ്റാൾ പന്ത് തട്ടുന്നത് കാണാൻ വേണ്ടി ഓർക്കൊഴിച്ചില്ല. എനിക്ക് വേണ്ടി, നിന്നെ പടച്ച എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? ജനങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കണമേ. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ലെങ്കിൽ, അടുപ്പമില്ലെങ്കിൽ, അവർ തമ്മിൽ കശപിശയുണ്ടെങ്കിൽ രണ്ടുപേരും എഴുന്നേറ്റ് ഒരുമിച്ച് നിസ്കരിക്കണം. രണ്ടുപേരും ഒരുമിച്ച് ഒരൽപ്പനേരമെങ്കിലും ഖുർആൻ ഓതണം. രണ്ടുപേരും ഒരുമിച്ച് ഒരൽപ്പനേരമെങ്കിലും ദിക്ർ ചൊല്ലണം. ഉലമാ പറയുന്നുണ്ട്, ഇതാണ് കുടുംബ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഇതാണ് അതിന്റെ പരിഹാരം. ഒരുമിച്ച് നിസ്കരിക്കുക, ഒരുമിച്ച് ഖുർആൻ ഓതുക, ഒരുമിച്ച് ദിക്ർ ചൊല്ലുക. 5 മിനിറ്റ് മതി ഖുർആനോത്ത്, 5 മിനിറ്റ് മതി ദിക്ർ ചൊല്ലൽ. എല്ലാ ദിവസവും രണ്ടുപേരും എല്ലാം വെച്ച് ദിക്റിന് വേണ്ടി അവിടെ ഇരിക്കുക. രണ്ടുപേരും ഒരുമിച്ച്, മക്കളും കൂടെ ഉണ്ടായിക്കോട്ടെ. ആ വീട്ടിൽ സന്തോഷമുണ്ടാകും, ആ വീട്ടിൽ സന്തോഷമുണ്ടാകും. അള്ളാഹു നമ്മൾ വീടുകളിൽ സന്തോഷമുണ്ടാക്കി തരട്ടെ. ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണമേ. 4 വിഷയമാണ് ഇവിടെ പറയുന്നത്. അഫ്ശുസ്സലാം, അത്ഇമുത്ത്വആം, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, മിസ്കീന്മാർക്ക് പ്രത്യേകിച്ചും. സ്വൈലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർത്തേണമേ. സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, അത് നിങ്ങളും അല്ലാഹും തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങളും അല്ലാഹും തമ്മിലുള്ള ബന്ധം ക്ലിയർ ആയാൽ നിങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം ക്ലിയറായി. താബിഈങ്ങൾ പറയും, ഞാൻ എൻ്റെ നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയാൽ അതെന്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞാൻ എൻ്റെ നിസ്കാരത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ എൻ്റെ വാഹനത്തിന്റെ നടത്തത്തിൽ എനിക്കത് കാണാൻ കഴിയുമായിരുന്നു. ഭാര്യമാര് മോശമായി പെരുമാറുകയോ, ഭർത്താവ് മോശമായി പെരുമാറുകയോ, മക്കള് മോശമായി പെരുമാറുകയോ ചെയ്യുമ്പോൾ ഞാനും എൻ്റെ അള്ളാഹും തമ്മിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ, എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് വല്ലതും ചെയ്തു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2ാം തലമുറക്കാരായ താബിഈങ്ങൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൂടുതലൊന്നും പറയണില്ല, സമയം എമ്പാടുമായി. നേരം 11:45.